കോഴിക്കോട് വ്യാജ ഡോക്ടറെ ചികിത്സിച്ച രോഗി മരിച്ച കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആശുപത്രി മാനേജർ രംഗത്ത്. TMH ആശുപത്രി മാനേജർ മനോജ് പാലക്കലാണ് കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരിക്കുന്നത്. ഒളിവിൽ കഴിയുന്ന പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ വ്യാജ ഡോക്ടറായിട്ടുള്ള അബു എബ്രഹാം ലൂക്കിന് ജോലി നൽകിയതിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഈ രേഖകൾ കൃത്യമായി പരിശോധിച്ചിരുന്നെങ്കിൽ ഒരാളുടെ ജീവൻ മരണപ്പെടുന്നതിൽ എത്തില്ലായിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആശുപത്രി മാനേജറായിട്ടുള്ള മനോജ് പാലക്കലിനെ കൂടി രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്തത്. ഈ കേസെടുത്തതിന് പിന്നാലെയാണ് ഈ മനോജ് പാലക്കൽ ഒളിവിൽ പോകുന്നത്. നിലവിൽ മനോജ് പാലക്കലിനെ കുറിച്ച് യാതൊരു വിവരവും പോലീസിന് കൃത്യമായി ഇല്ല എന്ന് തന്നെ പറയാം. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഗുരുവായൂരിൽ ഉണ്ടെന്ന ചില വിവരം മാത്രമാണ് പോലീസിന് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. സൈബർ സെല്ലിന്റെ ഉൾപ്പെടെ സഹായത്തോടെയാണ് നിലവിൽ ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മനോജ് പാലക്കൽ രംഗത്തെത്തുന്നത്. കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മനോജ് പാലക്കൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് ഒരു 90% ഇയാൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുന്നു. അതിന് കാരണമായി പറയുന്നത് ഒന്നാം പ്രതി ചെയ്ത കുറ്റം എന്താണോ അതിന് തുല്യമായ കുറ്റം തന്നെയാണ് രണ്ടാം പ്രതിയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഈ പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രതിക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് കൂടി പുറത്തിറക്കാൻ പോലീസ് ആലോചിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഈ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ഫറൂഖ് ACP യുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. നെഞ്ചുവേദനയുമായി എത്തിയ രോഗിയായിട്ടുള്ള പൂച്ചേരിക്കുന്ന് സ്വദേശി വിനോദ് കുമാറാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഓക്കെ, താങ്ക് യു.